എങ്ങനെ ഒരു ഗ്ലാസ് ബിയർ ബോട്ടിൽ നല്ല വൃത്തിയായി മുറിച്ചെടുക്കുക എന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ആവശ്യമായ വസ്തുക്കൾ: ബിയർ ബോട്ടിൽ, നൂൽ, മണ്ണെണ്ണ, തീപ്പെട്ടി, ഒരു ബക്കറ്റ് വെള്ളം, സാൻഡ് പേപ്പർ. ക്രാഫ്റ്റ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിയർ ബോട്ടിൽ എടുക്കുക. അതിൽ നമുക്ക് മുറിക്കേണ്ട ഭാഗത്തായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂൽ നല്ല ടൈറ്റായി ചുറ്റിക്കൊടുക്കുക. ഞങ്ങൾ ഇവിടെ പൂ കെട്ടാൻ ഉപയോഗിക്കുന്ന നൂലാണ് ഉപയോഗിക്കുന്നത്. കട്ടി കുറഞ്ഞ ഏത് നൂലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നൂൽ നല്ല ടൈറ്റ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നൂൽ ഒന്നിനു മീതെ ഒന്നായി ചുറ്റുന്നതാണ് നല്ലത്. നന്നായി ടൈറ്റ് ആക്കിയ ശേഷം ബാലൻസ് നൂൽ പൊട്ടിച്ചു കളയുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണെണ്ണ ഒരടപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കുറേശ്ശെയായി നൂലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നൂലിലേക്ക് ഒഴിക്കുമ്പോൾ കുപ്പി നന്നായി കറക്കി കൊടുക്കുക. നൂലിൻ്റെ എല്ലാ വശങ്ങളിലും മണ്ണെണ്ണ ഒരുപോലെ വീഴുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒഴിക്കുമ്പോൾ കുപ്പിയുടെ മറ്റു വശങ്ങളിലേക്ക് മണ്ണെണ്ണ പടർന്നു വന്നിരിക്കാം. അത് നന്നായി തുടച്ചു കളയുക. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നൂലിലേക്ക് തീ കത്തിച്ചു കൊടുക്കുക. തീപ്പെട്ടിയോ ലൈറ്ററോ കത്തിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളോ നിങ്ങൾക്കിതിനായി ഉപയോഗിക്കാം. കത്തിയ ഉടനെ തന്നെ കുപ്പി നന്നായി കറക്കി കൊടുക്കുക. എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ തീ പടരുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളവും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. നൂലിലെ തീ അണയുന്ന ഉടനെ തന്നെ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കുപ്പി മുക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ചെറുതായി ഒന്ന് കറക്കി കൊടുക്കുകയും ചെയ്യണം. ബോട്ടിൽ നന്നായി മുറിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വശങ്ങളിൽ പിടിക്കരുത്. വശങ്ങൾക്ക് മൂർച്ച കൂടുതലായിരിക്കും. ഇനി കുപ്പിയിലെ നൂലെല്ലാം കളഞ്ഞ് കുപ്പി നമുക്ക് വൃത്തിയാക്കാം. കുപ്പിയുടെ വശങ്ങളിലെ മൂർച്ച കളയുന്നതിനായി നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വശങ്ങളെല്ലാം നന്നായി ഉരച്ചു കൊടുക്കുക. ഇത്തരത്തിലാണ് ബോട്ടിൽ ആർട്ടിനും മറ്റുമായി മറ്റു ഉപകരണങ്ങളുടെ ഒന്നും സഹായമില്ലാതെ കുപ്പി മുറിച്ചെടുക്കാൻ സാധിക്കുന്നത്. കുട്ടികൾ ആരും തന്നെ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കരുത്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.